ഇപ്പൊ കണ്ണൂർ സ്ക്വാഡിന് അടിച്ചപ്പോൾ എനിക്ക് എങ്ങനെ പോരാ. കുറ്റവും ശിക്ഷ വന്ന് ഹിറ്റ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും കണ്ണൂർ സ്ക്വാഡ് പടം പോലും ഉണ്ടാവില്ല. സെയിം പ്ലോട്ടാ. ഇപ്പൊ ഈ ലോകയുടെ കാര്യം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ ആളുകൾ പലപ്പോഴും യൂണിവേഴ്സുകളെ കുറിച്ച് കൂടെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കഥ വരുന്നു, അടുത്ത കഥയിലേക്ക് അത് കണക്ട് ആവുന്നു, പല പല സിനിമകൾ ചേർത്ത ഒരു യൂണിവേഴ്സ് ആയിരുന്നു. ഇപ്പൊ കണ്ണൂർ സ്ക്വാഡിന് അടിച്ചപ്പോൾ എനിക്ക് എങ്ങനെ പോരാ. ആദ്യമേ ചിരി തുടങ്ങിയത്. അപ്പൊ ഞാൻ ചോദിക്കണ്ടല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിലൊരു യൂണിവേഴ്സ് ഉള്ള ആളാണ്. അതെ, ഞാൻ കോമിക്സിലോട്ട് ക്ലബ് ചെയ്യാൻ പോവാ. സ്പിൻ ഓഫ് ഉണ്ടാവും. സ്പിൻ ഓഫ് ഫുള്ള് മമ്മൂക്കയുടെ കയ്യിൽ എന്റെ ഇല്ലാതെ. എന്റെ ഏത് ക്യാരക്ടർ എടുക്കണമെങ്കിലും മമ്മൂക്ക് പെർമിഷൻ തരണം, നമ്മുടെ ഇല്ലാതെ. ഫർദർ കഥകൾ അതാ ഫർദറിന്റെ കാര്യം പറഞ്ഞേ. എന്തുണ്ടെങ്കിലും പ്രൊഡ്യൂസറിന്റെ കയ്യില. അല്ല, ഹി ഹാസ് ടു കം ബാക്ക്, ലെറ്റ് ഹിം കം ബാക്ക്. എന്തായാലും ഹെൽത്ത് വൈസ് എല്ലാം ഓക്കെ ആണെന്ന് അറിഞ്ഞു. ഇപ്പോൾ നമുക്ക് അടുത്ത മാസം വരും എന്നുള്ളതിന് അറിഞ്ഞത്. അടുത്ത ദിവസം വരട്ടെ വന്നിട്ടല്ലേ. ഈ ഇപ്പൊ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉള്ള ആളാണ്. ഇപ്പൊ വരുന്ന സിനിമകളിലൊക്കെ സയന്റിഫിക് ഡേറ്റ് കറക്റ്റ് ആണോ എന്നൊക്കെ പലതരത്തില് സമൂഹ മാധ്യമങ്ങളിൽ വിലയിരുത്തലുണ്ടാവും. ഇപ്പം ഹൃദയപൂർവ്വം ഒക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ട് ഒരു ഹാർട്ട് പേഷ്യന്റ് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ള അല്ല, അത് റിലേറ്റ് ചെയ്തിട്ടല്ല. അതിലെ പോർട്രേലുണ്ട്, ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് നിങ്ങൾ പോർട്രേ ചെയ്യുന്നത്, അതിനെ പറ്റി ഒരുപാട് സംസാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഹാരിസ് വന്നിട്ട് ഇയാൾ ഇങ്ങനെ പെരുമാറില്ല, എന്തുകൊണ്ട് സിനിമയിലേക്ക് വരുമ്പോ ഇങ്ങനെ ഒരു പോർട്രേൽ വരുന്നു എന്നുള്ള ചോദ്യങ്ങൾ. നമ്മൾ സിനിമയില് വരുമ്പോ നമുക്ക് ഇപ്പൊ സിനിമയില് ഒറ്റ പാട്ടുകൊണ്ട് നമ്മൾ കോടീശ്വരനാവണില്ലേ? അപ്പൊ ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കുക. ചോദിച്ചാലുള്ളൊരു ഉത്തരമാണ്. ഞാനിപ്പോ അടുത്ത് ഒരു പോലീസ് ഓഫീസർ, ഭയങ്കര സീനിയർ മോസ്റ്റ് പോലീസ് ഓഫീസറുണ്ട്. പുള്ളി പറഞ്ഞു, കുറ്റവും ശിക്ഷയും എന്ത് നല്ല സിനിമയായിരുന്നു, എന്ത് നല്ല സിനിമയായിരുന്നു, ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അത് എങ്ങനെ ഉണ്ടായിരുന്നു റോണി എന്ന് ചോദിച്ചു. നമ്മൾ സാർ അത് പടം നമ്മൾ ഫിനാൻഷ്യലി ഇത് നെറ്റ്ഫ്ലിക്സിൽ പടം വന്നിട്ടുണ്ട് സാറ്, പക്ഷെ അത് ഫിനാൻഷ്യലി അത് ഓടിയില്ല. ഒട്ടും പോവാം. ഞാൻ ഇവിടെ 3-ാം ദിവസം ഞാൻ അടിയുണ്ടാക്കി കണ്ട സിനിമ, ഇവിടെ തിയേറ്ററിൽ ആളിഞ്ഞിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടാണ് സിനിമ ഞാൻ അടിച്ചത്. അത് കുറ്റവും ശിക്ഷയും വന്ന് ഹിറ്റ് ആണെന്നുണ്ടെങ്കിൽ ശരിക്കും കണ്ണൂർ സ്ക്വാഡ് പടം പോലും ഉണ്ടാവില്ല. സെയിം പ്ലോട്ടാ. ഒറ്റ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒറ്റ കാര്യം വ്യത്യാസമുള്ളൂ. അതിനകത്ത് ആഭരണമാണ് പോകുന്നത്, നമ്മുടെ ഫാമിലി എഫക്റ്റ് ആണ്, അത് മാത്രമുള്ള വ്യത്യാസം. ഇമോഷൻ സെയിം പ്ലോട്ടാ, ക്രോസ് കൺട്രി പെർസ്യൂട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ ടെൻഷനോട് കൂടി പോയി കാണുന്നത്, കാരണം നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ഏകദേശം ഫുള്ള് കഴിഞ്ഞു. പടം ഭയങ്കര വിജയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പടം എന്തെങ്കിലും ഉറപ്പായി ഡ്രോപ്പ് ആവും. നമുക്ക് കമ്മിറ്റ് ചെയ്തതിന്റെ പോലും എനിക്കറിയാം ആ പടം മുമ്പോട്ട് പോകില്ല. ഭയങ്കര ടെൻഷനോടെ ഞാൻ സിനിമ കാണുന്നത്. പക്ഷെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരാൾ ബിഹേവ് ചെയ്യില്ല, പിന്നെ ഇയാൾ എന്തുകൊണ്ട് ബിഹേവ് ചെയ്യുന്നു. പക്ഷെ സിനിമയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു ഡോക്യുമെന്ററി അല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെടുത്തി നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം സിനിമ ഈസ് ഫോർ എന്റർടൈൻമെന്റ്, ഇറ്റ്സ് അനദർ വേ, ഇറ്റ്സ് എ ബിസിനസ്. അപ്പൊ ആ ബിസിനസ് എന്ന് പറഞ്ഞ വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഇത്രയും കോടികൾ, മേ ബി 10 ആയിരിക്കാം, 5 ആയിരിക്കാം, 15 ആയിരിക്കാം, 25 ആയിരിക്കാം, 25 കോടിയെങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഡയറക്ടറിന്റെയും റൈറ്ററിന്റെയും ആക്ടേഴ്സിന്റെ ഒക്കെ ചുമതല. ബിക്കോസ് പ്രൊഡ്യൂസർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരാരുമില്ല. കാരണം ഈസ് എ പേഴ്സൺ ടു ഇൻവെസ്റ്റ്. അപ്പൊ വിത്ത് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓൺലി വി ആർ ബിൽഡിങ് സംതിങ്. അപ്പൊ ഫ്രം ദാറ്റ് എന്താ പറയുക, ആ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്ത് അതിന് മുകളിലും കൊടുത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി. അപ്പൊ ആ ടൈമിൽ നമുക്ക് ആ ലോജിക്കുകൾ മറക്കേണ്ടി വരും, അത് ചെയ്യാൻ പറ്റാം.